നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തെവിടെയെങ്കിലും ഒരു വലിയ യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം പ്രതികരിക്കുന്ന മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വോർ നടക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമോ അല്ലെങ്കിൽ ഇടിയുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യുദ്ധം സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഏത് സെക്ടറുകൾക്ക് ലാഭമാകും, ഏത് സെക്ടറുകൾക്ക് നഷ്ടമാകും, ഇൻവെസ്റ്റർമാർ എന്താണ് ചെയ്യേണ്ടത്. 1. വോർ തുടങ്ങുമ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? സാധാരണയായി ഒരു യുദ്ധവാർത്ത പുറത്തുവന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാനിക് സെല്ലിംഗ് ഉണ്ടാകും. കാരണം സാമ്പത്തിക അനിശ്ചിതത്വം, ഓയിൽ പ്രൈസ് ഉയരാനുള്ള സാധ്യത, സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ, ഗ്ലോബൽ ട്രേഡ് കുറയുക. ഇതുകൊണ്ട് പല ഇൻവെസ്റ്റർമാരും അവരുടെ പണം സേഫ് ആസറ്റ്സായി മാറ്റും. ഉദാഹരണം: ഗോൾഡ്, ഗവൺമെന്റ് ബോണ്ട്സ്, US ഡോളർ. അതുകൊണ്ട് തുടക്കത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ സാധാരണയായി ഡൗൺ ട്രെൻഡ് കാണിക്കും. 2. വോർ സമയത്തുയരുന്ന സെക്ടറുകൾ. എല്ലാ കമ്പനികളും നഷ്ടപ്പെടണമെന്നില്ല. ചില സെക്ടറുകൾക്ക് യുദ്ധകാലത്ത് വളർച്ച കിട്ടും. ഡിഫൻസ് സെക്ടർ. യുദ്ധം വന്നാൽ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങും. അതുകൊണ്ട് ഡിഫൻസ് കമ്പനികളുടെ ഓഹരികൾ പലപ്പോഴും ഉയരും. ഓയിൽ ആൻഡ് എനർജി വോർ നടക്കുന്ന രാജ്യങ്ങൾ ഓയിൽ പ്രൊഡ്യൂസിംഗ് റീജൻ ആണെങ്കിൽ ഓയിൽ പ്രൈസ് ഉയരും. അതുകൊണ്ട് ഓയിൽ കമ്പനികൾക്ക് ലാഭം കിട്ടും. സൈബർ സെക്യൂരിറ്റി കമ്പനീസ്. വോർ സമയത്ത് സൈബർ അറ്റാക്സ് കൂടും. അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി കമ്പനികൾക്ക് ഡിമാൻഡ് കൂടും. 3. വോർ സമയത്ത് ബാധിക്കപ്പെടുന്ന സെക്ടറുകൾ. ചില സെക്ടറുകൾക്ക് വലിയ തിരിച്ചടി കിട്ടും. ഏവിയേഷൻ. ഫ്ലൈറ്റ് റൂട്ട്സ് തടസ്സപ്പെടാം. ഫ്യൂൾ പ്രൈസ് കൂടും. ടൂറിസം. വോർ ന്യൂസ് കാരണം ആളുകൾ യാത്ര കുറക്കും. ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് കമ്പനീസ്. സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ കാരണം പ്രൊഡക്ഷൻ കുറയും. 4. ലോങ് ടേം ഇംപാക്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ചരിത്രത്തിൽ പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്യാറുണ്ട്. കാരണം ഇക്കോണമി വീണ്ടും റീബിൽഡ് ചെയ്യുന്നു, ഗവൺമെന്റ് സ്പെൻഡിംഗ് കൂടുന്നു, പുതിയ ഇൻഡസ്ട്രീസ് വളരുന്നു. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റേഴ്സ് പാനിക് ചെയ്യാറില്ല. 5. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? വോർ ന്യൂസ് വന്നപ്പോൾ പാനിക് സെല്ലിംഗ് ചെയ്യരുത്. റൂമേഴ്സ് കേട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കരുത്. ഇൻസ്റ്റെഡ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുക. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുക. ഗോൾഡ് പോലുള്ള ഹെഡ്ജ് ആസറ്റ്സ് കൺസിഡർ ചെയ്യുക. അതിനാൽ സുഹൃത്തുക്കളെ, വോർ സ്റ്റോക്ക് മാർക്കറ്റിനെ ഷോർട്ട് ടേമിൽ വലിയ രീതിയിൽ ബാധിക്കുമെങ്കിലും ലോങ് ടേമിൽ മാർക്കറ്റ്സ് സാധാരണയായി റിക്കവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്ററായി നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യാതെ ലോജിക്കലി ഇൻവെസ്റ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.